ഹായ് കൂട്ടുകാരെ, ഞാൻ എൻ്റെ കടുമാങ്ങ അച്ചാറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരാഴ്ചയായി ഞാനിപ്പോൾ ഇത് ഇട്ട് വെച്ചിട്ട്. ഒറ്റ ആഴ്ച മതി ശരിക്കും നമ്മൾ കുലുക്കി കൊടുക്കുകയാണെങ്കിൽ ഈ മാങ്ങ ചുങ്ങി വരാൻ. ഇപ്പോൾ ഇത് ചുങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഏകദേശം ഉപ്പുവെള്ളം നിറഞ്ഞിട്ടുമുണ്ട്. ഇനി ഇത് നമുക്ക് വൃത്തിയായി ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. വെള്ളം അതിൽ പാടുകയേയില്ല. ഞെട്ടിക്കളയാതെ നല്ല ചുണയുള്ള മാങ്ങയായതിനാൽ മുഴുവനായും ചുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് നമ്മൾ തുറന്നിട്ട് ഒരു ഒട്ടും വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ് മാങ്ങ. ചിലരിത് 1 മാസം വരെയൊക്കെ ഇങ്ങനെ ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കും. ഞാൻ അത്രയൊന്നും ഇട്ട് വയ്ക്കാറില്ല. ഞാനിത് ചുങ്ങി വരുമ്പോൾ എടുത്ത് അച്ചാറിടലാണ് പതിവ്. അപ്പം ഇങ്ങനെ എല്ലാ മാങ്ങയുടെ വെള്ളവും നമ്മളിങ്ങനെ അരിച്ചെടുക്കണം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഇതിലുള്ള മുഴുവൻ മാങ്ങയും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഉപ്പുവെള്ളം. ഇത് മൊത്തം ഒന്നും നമുക്ക് വേണ്ടി വരില്ല അച്ചാറിന്, അതുകൊണ്ടാണ് ഇത് മാറ്റി അരിച്ചെടുത്തിട്ടുള്ളത്. മാങ്ങ 2 കിലോ മാങ്ങ 1 കിലോ ആയിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഒരു കുപ്പി നിറച്ചിട്ടുണ്ടായിരുന്നു, അത് പകുതി കുപ്പിയായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് അച്ചാറിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഞാനിവിടെ ഓടിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് ഞാൻ അച്ചാർ കൂട്ടിയിടുന്നത്. ഇതിൻ്റെ കൂട്ടൊക്കെ കൂട്ടി അച്ചാറാക്കുന്നത് ഈ ഒരു ചീനച്ചട്ടിയിലാണ്. മുളക് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. മാസ്കൊക്കെ ഇട്ടിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. നല്ല ചൂടുള്ളത് കൊണ്ട് ഇത് വേഗം പൊടിഞ്ഞു കിട്ടി. മാത്രമല്ല ഇതിന് നല്ല കളറും കൂടി കിട്ടി. ഇങ്ങനെ വിത്തൊക്കെ കളഞ്ഞതുകൊണ്ട് നല്ല കളറുള്ള ഒരു മുളക് പൊടിയായി വന്നിട്ടുണ്ട്. കടുകും ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ, പൊട്ടി വരുന്നത് വരെ ചൂടാക്കിയ ശേഷം വറുത്തെടുത്ത ശേഷം പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്, കരിയാൻ പാടില്ല. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഈ ഒരു സ്വർണ്ണ കളറ് വരുന്നത് വരെ മാത്രമേ ഇത് വറുത്തെടുക്കാൻ പാടുകയുള്ളൂ. ഇനി ഈ പാനിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/4 ലിറ്റർ മതിയാകും. ഇതാണ് 1/2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ. അപ്പം ഇതിൻ്റെ പകുതി മതിയാകും. ഏകദേശം പകുതിയായി. ഇതാണ് അതിൻ്റെ പാകം. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ആവി വരരുത്, അതായത് നല്ലപോലെ നീരാവി ഇങ്ങനെ തിളച്ച ആവിയായിട്ട് പോകുന്നത് വരെ ചൂടാക്കരുത്. ഒന്ന് ചൂടായാൽ മതിയാകും. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ കുറച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫാക്കാം. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിത് തീയെ ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ആറി വരണം. അപ്പോൾ നമ്മൾ ഇതിനെ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. കായത്തിൻ്റെ ഒരു നല്ല മണമാണ് എണ്ണ കൂടി ചേർന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പകുതിയാണ് ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി പകുതി നമുക്ക് കുപ്പിയിൽ പകരാനുള്ളതാണ്. മാറ്റി വയ്ക്കാം. ഇത് നല്ല പോലെ ഒന്ന് തണുക്കട്ടെ. ഇപ്പോൾ എണ്ണ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഉലുവ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചു വെച്ച മുളക് പൊടിയാണ് അടുത്തതായി ചേർക്കാൻ പോകുന്നത്. കുരുവൊക്കെ കളഞ്ഞ് പൊടിച്ചു വെച്ച മുളക് പൊടി. ഇത് മുഴുവനായും ചേർക്കണ്ട, ഇതിൻ്റെ പകുതി ചേർത്താൽ മതിയാകും. 1/4 കിലോ പൊടിയാണ് പൊടിച്ചത്. അതിൻ്റെ ഒരു പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് ബാക്കി കൂടി പിന്നീട് ചേർക്കാം. ഇത് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കണം. കടുക് പൊടിച്ചത് 4 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ചേർക്കാൻ പാടില്ല, കയ്പ്പുണ്ടാവും. അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിച്ചു വെച്ചിട്ടുള്ള ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ തവിക്കിപ്പം 3 തവിയായി, 4 തവിയായി, 6 തവി വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം.
നല്ല കളറായി വന്നിട്ടുണ്ട്. കുരു ഇല്ലാതെ പൊടിച്ചത് കൊണ്ടാണ് ഇത്രയും കളറ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിച്ചു വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി മറിക്കാം. നല്ല പോലെ ഇളക്കണം. ഇതെല്ലാ ഭാഗത്തും ഈ മസാല പിടിക്കും വിധം. മാങ്ങയുടെ കുപ്പി ഞാൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. മുഴുവൻ മാങ്ങയും ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇപ്പോൾ കുപ്പിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാക്കിയുള്ള എണ്ണ, കായൊക്കെ ഉള്ള എണ്ണ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും ഇങ്ങനെ ആവും വിധം മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പം അതിൻ്റെ ഗ്രേവിയും മാങ്ങയും മുങ്ങി കിടക്കുന്നുണ്ട്. ഇത് 1 മാസം കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. ഇത് 2 വർഷം വരെ കേടുവരാതെ ഇരിക്കും. ഒരാഴ്ചയോളം നമ്മളിത് കുലുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കുലുക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രേവി 1 മാസം കഴിയുമ്പോൾ നല്ല പോലെ കൊഴുത്തു വരും. അങ്ങനെ മാങ്ങ വന്ന് മൂടും. ഈ മുകളിൽ കാണുന്ന ഭാഗം ഈ നല്ലെണ്ണയിൽ ഇങ്ങനെ നിൽക്കുകയും വേണം. നല്ലെണ്ണ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണുകയും വേണം. നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെയാണ് നല്ലത്, അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ആണെങ്കിലും മതി. അതിനുശേഷം ഒരു കയറിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇതിപ്പം കെട്ടി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി 1 മാസം കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ഒന്നും കൂടി കൊഴുത്ത് നല്ല ഒരു പരുവത്തിലായിട്ടുണ്ടാവും കടുമാങ്ങ അച്ചാർ. ഇങ്ങനെ ഇനി കുറേ മാങ്ങ ഞാൻ വേറെ ഇടുന്നുണ്ട്. ഇത് കുറച്ച് ചെയ്തതാണ്. ഇതുപോലെ വലിയ ഭരണിയിൽ നിറയെ മാങ്ങ ഇട്ട് വെക്കാറാണ് പതിവ്. ബാക്കിയുള്ള ഉപ്പുവെള്ളം നമ്മൾ കളയരുത്. ഇതിൽ നമ്മുടെ സാധാരണ മാങ്ങകളൊക്കെ ഉപ്പിലിട്ട് വെക്കാം, കേടുവരികയില്ല.